ഈജിപ്തിലെ ഫറോവ കാലത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു ഡൈനാസ്റ്റിയുടെ ബോഡികൾ സൂക്ഷിച്ചിരുന്ന ഒരു മലയുടെ അടിവാരത്തിലേക്കാണ് വാലി ഓഫ് കിങ്സ് എന്നറിയപ്പെടുന്ന ഫറോവ കാലത്തെ ഏറ്റവും ഗംഭീരമായ അവശേഷിപ്പുകളുടെ ഉള്ളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈജിപ്തിൻ്റെ സംസ്കാരം അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ലക്സൂർ. ഇന്ന് തന്നെ ഇവിടെ ആയിരക്കണക്കിന് യൂറോപ്യൻസ് ഉണ്ട്. കിങ് ഓഫ് വാലിയുടെ ഗംഭീരവും വിസ്മയകരവുമായിട്ടുള്ള ലോകങ്ങൾ നമ്മെ അതിശയിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം മനോഹരമായിട്ടാണ് ഫറോവ കാലഘട്ടത്തിലെ മനുഷ്യർ അവരുടെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയത് എന്ന് ഈ മലയടിവാരത്തിലെ ശവ സംസ്കാര കേന്ദ്രങ്ങളിലെ ഓരോ കാഴ്ചകളും നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. നോക്കൂ, എത്ര കലാവിരുതോടു കൂടിയാണ് ഒരു മലക്കുള്ളിലേക്ക് ശില്പഭദ്രതയോടെ ഈ റംസിസ് രണ്ടാമൻ്റെ ശവകുടീരം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോവാൻ തന്നെ അതിസാഹസമാണ്. ഈ ശില്പങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എത്രമാത്രം പ്രൗഢിയോടുകൂടിയാണ് ഫറോവമാർ ജീവിച്ചതെന്നും അവരുടെ ശവസംസ്കാര സ്ഥലം എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് അവർ കണ്ടതെന്നും ഈ വിസ്മയകരമായ കാഴ്ചകൾ നമ്മെ ബോധ്യപ്പെടുത്തും. അനേകായിരങ്ങളിൽ എക്സ്റുതോടി വരുന്നത് ഈ പ്രാചീന കാലത്തെ സംസ്കൃതിയുടെ ഗംഭീരമായ അവശേഷിപ്പുകൾ കാണാനാണ്. അത് കാണണമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ഈജിപ്തിലേക്ക് വരികയേ വഴിയുള്ളൂ. വാലി ഓഫ് കിങ്ങിലെ പ്രൗഢഗംഭീരമായ അനുഭവങ്ങൾ കടന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ അമൂല്യമായ ഒരു ദിനമാണ് ഈ കിങ് ഓഫ് വാലിയിൽ വന്ന ദിനം. എന്നെ ഏറ്റവും മോഹിപ്പിച്ച ഈജിപ്തിലെ ഒരു സ്ഥലം കൂടിയാണിത്. അസ്വാനിലേക്കും ലക്സൂറിലേക്കും ഒക്കെ വരാവുന്ന രൂപത്തിലുള്ള ചില യാത്രാ പ്ലാനുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ ആളുകൾക്ക് നടത്താവുന്നതാണ്. കിങ് ഓഫ് വാലിയിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ ഒരു വാഹനമാണ്. വാസ്തവത്തിൽ ഈ വാഹനത്തിൽ ആരും കയറരുതെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇവര് ഒരു 100 മീറ്റർ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. 30 പൗണ്ട് ഒരാളുകൾക്ക് വരണം. പക്ഷെ നമ്മൾ ആ എൻട്രിയിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ കാരണം ഇങ്ങനെ മല ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്നൊരു മലയാണ്.